ഹായ്, ഇന്ന് നമ്മളിവിടെ റബ്ബറിൽ ഷെയ്ഡ് ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അതായത് റബ്ബർ ഷെയ്ഡ് ഇടുന്നൊരു ഇത് മരം ചുരണ്ടുന്നൊരു സാധനമാണ്. ഇത് വെച്ച് മരം ചുരണ്ടിയതിന് ശേഷമാണ് നമ്മൾ ഷെയ്ഡ് ഇടാൻ പോകുന്നത്. ആദ്യം നമുക്ക് മരം ചുരണ്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മരം ചുരണ്ടാൻ പോവുകയാണ്. ഈ മാർക്കിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മരം ചുരണ്ടണം. എന്നാലേ നമുക്ക് നനയാതെ വെട്ടുമ്പോൾ പാല് ഈ വെട്ടുപട്ടയിൽ വെള്ളം ഇറങ്ങാതിരിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ ചുരണ്ടണം. അവിടെ കുറച്ച് ചുരണ്ടിയതിന് ശേഷം പിന്നെ അതിൻ്റെ താഴ്ഭാഗം നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. പ്ലാസ്റ്റിക് കവറുണ്ട്, പിന്നെ ഷെയ്ഡുണ്ട്. ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടിരിക്കും. പ്ലാസ്റ്റിക് കവറാകുമ്പോൾ ഇത് മൊത്തത്തിൽ മൂടി ഇങ്ങനെ ഈ ചിരട്ടയിൽ വെള്ളം വീഴാതിരിക്കും. നമുക്ക് അടുത്ത് നമ്മൾ കാണിച്ചു തരാം. ഇതിപ്പോൾ മരം ചുരണ്ടുന്നതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കീലൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോഴിതാ ഇത് കീല് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇത് തണുക്കണം, കൈ കൊണ്ട് എടുക്കാൻ പരുവത്തിലെടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഈ ചുരണ്ടിയ ഭാഗത്ത് ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഈ വെട്ടുപട്ടയുടെ മുകളിലായിട്ട് ഇങ്ങനെ നമ്മൾ ചുരണ്ടിയില്ലേ ആ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണം. ഇത് കവറിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത്രയും അകലത്തിൽ നമ്മളിത് തേച്ച് കൊടുക്കുന്നത്. ഉണ്ടോ? ഇത് മഴക്കാലം ആകുമ്പോഴേ നമ്മൾ കവറിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും വെട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. മരം ടാപ്പിങ് ചെയ്യാൻ നമുക്ക് സ്ഥിരം എല്ലാ ദിവസവും ടാപ്പിങ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഷെയ്ഡ് വയ്ക്കണം. കവർ ഇട്ടതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ടാപ്പിങ് ചെയ്യാൻ പറ്റത്തില്ല. മഴയാണെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചെറിയ മഴയത്തൊക്കെ നമുക്ക് വന്ന് റബ്ബർ വെട്ടി പാലെടുക്കാൻ പറ്റും. ഓക്കെ അപ്പോഴും നമ്മൾ കീല് തേച്ചിട്ട് വേണ്ട ഈ പ്ലാസ്റ്റിക് കവറ് വേണ്ട ഈ കവറാണ് നമ്മൾ ഈ മരത്തിലോട്ട് വയ്ക്കാൻ പോകുന്നത്, സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കത് കാണാം. ഇതിങ്ങനെ വെക്കുക, ഇങ്ങോട്ടൊരു അതിൻ്റെ മെയിൻ പറഞ്ഞ ഞൊറി. അതെങ്ങനെയാണ് ഇത് ചെയ്യണത്? കുറച്ച് എടുത്തിട്ട് മേളിലോട്ട് മടക്കി ഇതിലോട്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ അന്നിരിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചേട്ടൻ പറഞ്ഞു. ഇത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഈ കീലിതാ ഇതുപോലെ ചെറുതായിട്ട് ഞുറി എടുത്ത് വെക്കണം. ഇതിൻ്റെ മണ്ടയില ഈ ഞുറി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഞുറി എടുക്കാതെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ കവർ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ ഉയർത്തി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞുറി എടുക്കുന്നത്. ഈ ഞുറിയുടെ മുകളിൽ കൂടെ ഇതുപോലുള്ള റിബണുണ്ട്. ഇതിനെ റിബൺ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ച് അമുക്കി വെച്ച് ഇതിൽ സ്റ്റാപ്ലർ അടിക്കുകയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഇത് കറക്കി ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ഈ ചിരട്ടയിലോട്ട് വെള്ളം വീഴാതെ ഈ പാല് നമ്മൾ വെട്ടി വെക്കുന്ന ചിരട്ടയിലോട്ട് വെള്ളം വീഴാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കറക്കി അത് ഫുള്ള് കവർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മീതെ കൂടെ ഇതിൻ്റെ മീതെ കൂടെ റിബൺ വെച്ച് പ്രസ് ചെയ്ത് വെച്ച് സ്റ്റാപ്ലർ അടിച്ച് വെച്ചെങ്കിൽ മാത്രമേ ഇത് ഇളവാതിരിക്കത്തുള്ളൂ. നമുക്കിനി അടുത്തത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ബ്ലേഡ് വേണ്ട, ഈ ബ്ലേഡ് വെച്ച് അവർ ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഇങ്ങനെ അവർ കട്ട് ചെയ്ത് കൊടുക്കും. കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത് അതിൽ നമ്മൾ ബെൽറ്റ് റിബൺ വെക്കുകയാണ്. റിബൺ കണ്ട റിബൺ വെച്ചിട്ട് സ്റ്റാപ്ലയർ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് നല്ല ഇറിവിയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് വെള്ളം ഇറങ്ങില്ല. ഈ കീല് വെക്കുന്നത്
എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീല് തേക്കുന്നത്. ഇത് നമുക്ക് 1 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെട്ടി ഇതിൻ്റെ പട്ട താഴെ ഇറങ്ങുന്നത് വരെ ഇത് മാത്രം മതി. ഇതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉണ്ടോ? അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ അടുത്തടുത്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം ഈ സ്റ്റാപ്ലയർ, അല്ലെങ്കിൽ ഇത് ഇളവിപ്പോവും. എന്നിട്ട് ഇത് നമ്മൾ വെട്ടാൻ വരപ്പെടുത്തന്നെ ഇത് കണ്ട ഇങ്ങനെ ഉയർത്തും അല്ലേ? ഇങ്ങനെ ഉയർത്തിയിട്ട് കണ്ട ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം നമ്മൾ ഈ ഇതെന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ഇതിങ്ങനെ ഉയർത്തി വെച്ചിട്ടാണ് ഇവിടെ വെട്ടുന്നത്. വെട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കവറ് മഴയാണെങ്കിൽ ഇതങ്ങ് താത്തം കിട്ടേക്കും. പിന്നെ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല. മഴക്കാലത്ത് ഇതിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റബ്ബറിന് ഷെയ്ഡ് ഇടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ ഗേസ്.